ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇന്ന് ഒരു നാടൻ ചോറും കൂട്ടാനും ഉണ്ടാക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചുള്ള നല്ലൊരു മീൻ കറിയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ മീനൊക്കെ ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ തലഭാഗവും അതേപോലെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മീനാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിന്. നല്ല ഫ്രൈ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ടായിന്. അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുകയാണ്. ഈ മീൻ തലക്കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കാം. സവാള നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങ വേണമല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് തേങ്ങയൊക്കെ ചിരവി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ സവാളയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി തേങ്ങ അരച്ച് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എൻ്റെ മഞ്ഞൾപ്പൊടിക്ക് കളർ കുറവാട്ടോ. അതുകൊണ്ടാണ് 3/4 സ്പൂണൊക്കെ ചേർത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ 1/2 സ്പൂണൊക്കെ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഈ തേങ്ങ അരച്ച കറിക്ക് ചേർത്താൽ നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനത്തെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ് അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാട്ടോ നമ്മൾ സവാളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുത് മതി, നമ്മൾ കൊടുമ്പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടോ തക്കാളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചപ്പോൾ അരപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് മസാലപ്പൊടികളൊക്കെ. ഇനി ഇതാ തേങ്ങ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരു 3 കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അതിക്ക് ഒഴിച്ചു കൊടുത്തു. ഏത് മീൻ വെച്ചും ഇങ്ങനത്തെ കറി ഉണ്ടാക്കട്ടോ. ഈ കഷ്ണമീനൊക്കെ ആകുമ്പം ഏറെ ടേസ്റ്റാണ്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂല ചെറിയ കഷ്ണമീൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും ആ കറിയിൽ. അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ സവാളയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി സവാള വഴറ്റിയ സമയത്ത് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കഴുകി വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ എല്ലാ ഞാൻ പറഞ്ഞല്ലോ തലഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ചൂരമീനാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ അയല മീനൊക്കെ വെച്ചിട്ട് ഇത് അയലേ മത്തിയോ എന്ത് മീനാണെങ്കിലും ഇതേപോലെ കറി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് മീനിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. കുറേ സമയമൊന്നും വേണ്ട, എളുപ്പത്തിലായി കിട്ടും. അങ്ങനെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. ചെറിയ തീയിലിട്ട് വെച്ചാൽ മതി, മൺചട്ടിയല്ലേ, അതിൽ കടന്നിട്ട് അങ്ങനെ വന്നോളും. പിന്നെ ഈ മാസത്തെ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചയിൽ നമുക്ക് നോക്കാം. അപ്പോൾ കുറേ കമൻറ്റിന് റിപ്ലൈ തരാണ്ടേനും കുറച്ചൊക്കെ ഞാൻ ഇന്നലെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ റിപ്ലൈ ഒക്കെ തന്നതിന് ശേഷം നമുക്ക് ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കാം. അങ്ങനെ മീൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഇനി ഉപ്പേരിക്ക് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ 2 പച്ചക്കായ ഉണ്ടേനും. അപ്പോൾ അതും അതേപോലെ ഒരു 3-4 കോവയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു പാത്രത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിക്ക് പച്ചക്കായ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കായും കോവയ്ക്കും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. കോവയ്ക്ക് അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ മീൻ കറി തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. എന്നിട്ടൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ.
പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഉലുവ പൊടിച്ചതില്ലേനി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ആ വറുത്ത ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ല സ്മെല്ലും ആണ് മീൻ കറിക്ക്. അപ്പോൾ അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഞാൻ വറുത്ത് പൊടിക്കാനാവില്ല വിചാരിച്ചിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഞാനിതൊന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ തൂമിച്ചിട്ട് കറിക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ കണ്ടോ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നമുക്ക്. പിന്നെ ആ കുടംപുളി ഉണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിടണം കേട്ടോ, അല്ലെങ്കിൽ എന്താ കറി നല്ലോണം പുളി കൂടുതലാവും. അങ്ങനെ കറിയൊക്കെ ആയി. അപ്പോൾ തന്നെ നമ്മൾ ഉപ്പേരിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതും അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതിന് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കണ തന്നെയാണ്, വെറൈറ്റി റെസിപ്പി ഒന്നും ഇല്ല. ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ ഒക്കെ കണ്ടുപിടിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ നല്ലൊരു അടിപൊളി മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മാങ്ങൻ്റെ സീസണൊന്നും അല്ലല്ലോ. ഞാൻ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചപ്പോൾ മാങ്ങ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതേനി. അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കായ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചക്കായ നമ്മൾ എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. ഉപ്പും പച്ചമുളകും മാത്രം ഇട്ടുകൊണ്ട് അങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുള്ളതിനെ അപ്പോൾ 2-3-4 കോവക്കയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരികളൊന്നും കുട്ടികളൊന്നും ഇങ്ങനത്തെ ഉപ്പേരിയൊന്നും വല്ലാതെ കഴിക്കൊന്നുമില്ല. പിന്നെ രാത്രി ഇപ്പോൾ എനിക്കിപ്പോൾ ചോറ് ഇല്ലല്ലോ, അപ്പോൾ പച്ചക്കറികളൊക്കെ അതേപോലെ ഉണ്ടെങ്കിൽ കുറച്ച് അധികമൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. ഇനി ഞാൻ പറഞ്ഞ പച്ചമാങ്ങ അതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങൻ്റെ തൊലി കളയാൻ ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ, എൻ്റെ കത്തി മൂർച്ചം തീരെയില്ല. അപ്പോൾ മാങ്ങ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ, നല്ല പുളിയില്ല മാങ്ങയാണ്. പിന്നെ അതിക്ക് ചെറിയൊരു കഷ്ണം സവാള എടുത്താണ്, 2 വറ്റൽമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കാന്താരി മുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ തരിതരിയായിട്ട് വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെമ്മീൻ വറുത്തതാണ്ട് അതും കൂടെ ചേർത്തിക്കാണെങ്കിൽ കിട്ടില്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ വറുത്തതൊന്നും അപ്പം ഇല്ലേനി. കുറച്ച് തേങ്ങയും ചേർത്തിന് കേട്ടോ, വീഡിയോയിൽ പറഞ്ഞിക്കണോ അല്ലേന്ന് അറിയില്ല. കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ചമ്മന്തി ആയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ, വേറെ കൂട്ടാനൊന്നും ഇല്ലേലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മാങ്ങ ചമ്മന്തി ആയി. അപ്പോൾ തന്നെ ഇതാ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് എന്നും എന്തെങ്കിലും തിരക്കേക്കാരം, വീട്ടിൽ നിൽക്കാൻ തന്നെ ചിലപ്പോൾ സമയം കിട്ടൂല. അപ്പം അധികം ഹോസ്പിറ്റൽ കേസാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് നേരം ക്ലീനിങ്ങിന് നിന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂട്ടാൻ ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്നത്. ചോറ് പിന്നെ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ ആയിട്ടുണ്ടായിന്. അപ്പോൾ ചോറൊക്കെ കഴിക്കാനായപ്പോൾ പിന്നെ നമ്മളെ മീൻ കറി ഒക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പിയേക്ക് മീൻ കറി ഒഴിച്ചു കൊടുത്തു. പിന്നെ പച്ചക്കായ ഉപ്പേരി ഉണ്ടല്ലോ, പച്ചക്കായും കോവയ്ക്കയും വെച്ചിട്ടുള്ള ഉപ്പേരി അതും ഇട്ട് കൊടുത്തു. അതിക്ക് ഞാൻ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ വെച്ചേക്കാണ്. പിന്നെ നമ്മളെ വായിൽ വെള്ളം ഉരുന്ന നമ്മളെ മാങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം കേട്ടോ മാങ്ങാ ചമ്മന്തി. വേറെ കൂട്ടാനൊന്നും ഇല്ലേലും ആ മാങ്ങാ ചമ്മന്തി ഒറ്റയ്ക്ക് കൂട്ടിയിട്ടും കഴിക്കും. പിന്നെ നമുക്ക് വീഡിയോ എടുക്കണ്ടേ, അപ്പോൾ അത് വിചാരിച്ചിട്ട് കുട്ടികൾക്കും കൊടുക്കണ്ട കറിയൊക്കെ. അപ്പോൾ അത് വിചാരിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കിയതാട്ടോ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഈ ഒരു മാങ്ങാ ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിക്കും. അപ്പോൾ മീൻ കറി അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രുചിയിൽ ഉള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.